അത് വെച്ചിട്ട് ചിലപ്പോൾ കുടുംബ പ്രേക്ഷകർ ഈ ചെറുപ്പക്കാരുടെ അഭിപ്രായങ്ങളിൽ കൂടുതൽ വില കൽപ്പിക്കുകയും ഇവരുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ കാണാതെ തന്നെ മറ്റേ ചെറുപ്പക്കാരുടെ അഭിപ്രായങ്ങളിലേക്ക് മാറുകയും ചെയ്യുന്ന ഒരു ചെറിയൊരു ഒരു സിറ്റുവേഷൻ ഉണ്ട്. അത് തരണം ചെയ്യാനായിട്ട് ഈ പറയുന്ന പോലെ വേർഡ് ഓഫ് മൗത്ത് പബ്ലിസിറ്റി എന്നുള്ളത് മിനിമം ഫസ്റ്റ് ഡേ എങ്കിലും അല്ലെങ്കിൽ ഒരു മാറ്റിനി കഴിഞ്ഞുള്ള ഫസ്റ്റ് ഷോ അല്ലെങ്കിൽ സെക്കൻഡ് ഷോ എങ്കിലും കിട്ടിയാൽ മാത്രമാണ് ഒരു സിനിമയ്ക്ക് ഒരു ലോങ്ങിവിറ്റി ഉണ്ടാവുള്ളൂ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത്തരം ഒരു ടൈം നമുക്ക് കിട്ടുന്നില്ല. അതിൽ നമുക്ക് എല്ലാവർക്കും വലിയ ദുഃഖമുള്ള ഞാനൊക്കെ സിനിമയെ ഇഷ്ടപ്പെടുന്ന ആളുണ്ട്, അതിനൊരു ടൈം കിട്ടുന്നില്ല എന്നുള്ള ഒരു കൃത്യമായ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞു വെച്ചത്. ഈ പറഞ്ഞ ഇനി നമുക്ക് പഴയകാലം അനിയത്തിപ്രാവ്, നിറം എന്ന് പറഞ്ഞ പോലത്തെ ഒരു സിനിമകളിലൊക്കെ ഇനിയും പ്രേക്ഷകർ കാത്തിരിപ്പുണ്ട് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് അത്തരം ഒരു സിനിമ അരുണിൻ്റെ കൂടി വന്നം കേട്ടോ. അരുൺ വലിയ പ്രൊജക്റ്റിലേക്ക് പോയ ചെറിയ പ്രൊജക്റ്റ് അങ്ങനെ ഒരു സിനിമ പ്രേക്ഷകർക്ക് വേണം എന്നുള്ള കാര്യം. ഈ അനിയത്തിപ്രാവ് അല്ലെങ്കിൽ നിറം പോലുള്ള സിനിമകൾ ഇപ്പൊ കാണുമ്പോൾ എനിക്ക് ആ സമയത്ത് ഓടിയോ നമ്മള് കാരണം കുറച്ച് ഒരു പൈങ്കിളി പരിപാടികളൊക്കെയാണല്ലോ. പക്ഷെ ഇതാ പറയാ ഇപ്പം പ്രേമം അല്ലെങ്കിൽ ഹൃദയം പോലുള്ള സിനിമകള് വീണ്ടും അങ്ങനത്തെ റൊമാൻറ്റിക് വീണ്ടും ഓടുന്നു. അത് ചിലപ്പോൾ വീണ്ടും കുറെ കഴിയുമ്പോൾ നമുക്ക് ഇതൊക്കെ ആ സമയത്ത് ഓടിയോ എന്നൊക്കെ നമുക്ക് തോന്നാം. അപ്പൊ പ്രണയം എന്ന് പറയുന്ന അതാത് കാലഘട്ടങ്ങളിലുള്ള യൂത്തിനെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിട്ടുള്ള സിനിമകൾ ആ ഏജ് ഗ്രൂപ്പിൽ ചെയ്ത ആൾക്കാർ അല്ലെങ്കിൽ ആ സമയത്ത് അവരുടെ ആ ഒരു യങ് ജനറേഷന്റെ മൈൻഡ് സെറ്റ് എന്തായിരിക്കും അതിനെ ട്രിഗർ ചെയ്യുന്ന സിനിമകളാണ് വിജയിച്ചിട്ടുണ്ടാവുക. അത് കുറെ കാലം കഴിയുമ്പോൾ നമ്മൾ കുറച്ച് മെച്യൂർ ഒക്കെ ആകുമ്പം പൈങ്കിളി ക്രിഞ്ചടിക്കുന്നു എന്നൊക്കെ നമുക്ക് തന്നെ തോന്നാൻ വരും. ഇതേ ആൾക്കാരുടെ തന്നെ കുറെ കഴിയുമ്പം അവരും ഇതേപോലെ ഞാൻ പറഞ്ഞ ചിലപ്പോൾ അഭിപ്രായങ്ങൾ തന്നെ പറഞ്ഞെന്ന് വരും. ആ പടം അങ്ങനെ ചെയ്തപ്പോൾ ശരിയായോ അല്ലെങ്കിൽ ശരിയായത് എങ്ങനെയാണ് ഇതിനെപ്പറ്റി അത്ഭുതങ്ങളൊക്കെ തോന്നും. അപ്പൊ കാലഘട്ടത്തിനനുസരിച്ച് ഈ സോ കോൾഡ് റൊമാൻസും കാര്യങ്ങളൊക്കെ മാറും ഏജിനനുസരിച്ച്. ഇപ്പം എൻ്റെ ഏജിനനുസരിച്ചുള്ള ഒരു റൊമാൻറ്റിക് മൂവി വരികയാണെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യും. പക്ഷെ ഒരിക്കലും ഒരു അനിയത്തിപ്രാവോ നിറവോ എനിക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. നമ്മുടെ ഏജിന് പറ്റിയ ഒരു റൊമാൻറ്റിക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ തയ്യാറായിട്ടിരിക്കണം. നല്ല സ്ക്രിപ്റ്റുകളും വന്നാൽ അത് ആരാണെങ്കിലും അതിന് റെഡി ആയിരിക്കും. വലിയ പ്രായമൊന്നുമില്ല. അല്ല അതില്ല, പക്ഷെ എന്നാലും 10-21 21 ആയോ? 21.5